അനാമിക എന്തു പറഞ്ഞാലും അത് നീ കാര്യമായിട്ട് എടുക്കണ്ട. നന്ദു നിന്റെ അനിയത്തിയാണ്, അവൾക്ക് എപ്പോ വേണമെങ്കിലും ഈ അനന്തപുരിയിലേക്ക് വരാലോ എന്നൊക്കെ ആദർശ് നയനയുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നന്ദു തന്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം ആ വീട്ടിലേക്ക് വരുവാണ്. അത് ഇഷ്ടപ്പെടാതെ അനാമിക, ഇവളെന്തിനാ ഇങ്ങോട്ട് വരുന്നേ, എനിക്ക് ഇഷ്ടമല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിഞ്ഞൂടെ, പിന്നെന്തിനാ വീണ്ടും ഇവള് വലിഞ്ഞു കയറി വരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങള് വന്നതേ അനി വിളിച്ചിട്ടൊന്നുമല്ല, ആദർശേട്ടൻ വിളിച്ചിട്ടാ. ഏട്ടന്റെ വാക്ക് ധിക്കരിക്കാൻ എന്നെ കൊണ്ടാവില്ല, അതാ വന്നത് എന്നൊക്കെ നന്ദു അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. കനകയും മുത്തശ്ശനൊക്കെ സംസാരിക്കുന്നത് രേവതി വാതിൽക്കൽ നിന്നും ഒളിഞ്ഞു നിന്നും കേൾക്കുന്നുണ്ട്. എന്തുണ്ട് കനകയെ വിശേഷമൊക്കെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ, ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാനാ ഞങ്ങൾ ഇങ്ങ് വന്നത്. നന്ദുമോൾക്ക് പോലീസിൽ സെലക്ഷൻ കിട്ടി. അവൾ ഒരുപാട് കഷ്ടപ്പെട്ട ഈ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തത്, അതിന് ഫലം ഉണ്ടായി എന്നൊക്കെ കനക അവരോട് പറയുന്നുണ്ട്. അത് മാറി നിന്നും കേൾക്കുന്ന രേവതി, ആ നന്ദു എങ്ങാനും പോലീസായാ പിന്നെ അവൾ ആദ്യം പണിയെടുക്കാൻ പോകുന്നത് എന്റെ മോൾക്കിട്ടായിരിക്കും. ഇതങ്ങനെ വിട്ടാ പറ്റില്ല, ഈ ജോലി എങ്ങനെയും മുടക്കണം. ഇതാദ്യം അനാമികയും വേണുവേട്ടനെ അറിയിക്കാം എന്ന് തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ലേ, ആ നന്ദു പോലീസ് ടെസ്റ്റ് പാസ്സായിന്ന്. ഇനി മോളുടെ വിരട്ടലൊന്നും ആ നന്ദുവിന്റെ അടുത്ത് നടക്കില്ല എന്നൊക്കെ രേവതി അനാമികയോട് പറയുന്നുണ്ട്. അമ്മ ഈ പറയുന്നതൊക്കെ ശരിയാണോ? അങ്ങനെ വന്നാ അവൾക്കിനി ധൈര്യമായിട്ട് അനിയോട് അടുപ്പം കാത്തു സൂക്ഷിക്കാലോ. അവൾ ഒരിക്കലും പോലീസ് ആവാൻ പാടില്ലമ്മേ എന്ന് പറയുവാണ് അനാമിക. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോളെ, ഞാൻ എന്തായാലും മോളുടെ അച്ഛന്റെ അടുത്തൊന്ന് സംസാരിക്കട്ടെ എന്നു പറഞ്ഞ് രേവതി അച്ഛനെ ഫോൺ വിളിക്കുകയാണ്. എനിക്കും നയനക്കൊന്നും പഠിച്ചൊരു നിലയിലെത്താൻ പറ്റിയിട്ടില്ല, നീയെങ്കിലും നല്ല ജോലി നേടി വലിയൊരു പൊസിഷനിൽ എത്തണം മോളെ. അങ്ങനെ നവ്യ പറയുമ്പോ, അതെ നന്ദു, ഇപ്പൊ തന്നെ നമ്മുടെ കുടുംബം വളരെ കഷ്ടപ്പാടിലാ പോയിക്കൊണ്ടിരിക്കുന്നേ. അച്ഛനും അമ്മയ്ക്കും ഈ കാര്യം വലിയൊരു ആശ്വാസമായി തീരും എന്നൊക്കെ നയനയും പറയുന്നുണ്ട്. നന്ദുവിന് സെലക്ഷൻ കിട്ടിയതറിഞ്ഞ് അനി ഓടി വന്ന് അവളോട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. നന്ദു, നിനക്കൊരു ജോലി വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ ഞാനാണ്. എന്റെ ജീവിതമോ നശിച്ചു, പക്ഷെ നിനക്കെങ്കിലും നല്ലൊരു ജോലി കിട്ടിയാലോ, എനിക്കത് മതി നന്ദു എന്നൊക്കെ അനി പറയുമ്പോഴേക്കും അവിടേക്ക് അനാമിക വരുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, എടി എന്റെ ഭർത്താവിനോട് നീ ഒരു അകലം പാലിച്ചേ മതിയാവൂ എന്ന് അനാമിക പറയുമ്പോ, ഇനി എടി പൊടിന്നൊന്നും നന്ദുവിനെ വിളിക്കാൻ പറ്റില്ല. നീ വിചാരിക്കുന്ന ആളൊന്നുമല്ല നന്ദു. നന്ദു ഉടനെ തന്നെ ഒരു പോലീസ് യൂണിഫോം അണിയാൻ പോവാ എന്ന് പറയുവാണ് അനി. ഓ, അതാണോ വലിയ കാര്യം, എനിക്കതില് വലിയ കഴിവായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് അനാമിക പറയുമ്പോ, നിനക്ക് തോന്നില്ലടി, നിന്നേക്കാൾ എന്തുകൊണ്ടും കഴിവുള്ളവളായി നന്ദു. അതല്ലേ ഇത്ര പെട്ടെന്ന് അവൾക്ക് സെലക്ഷൻ കിട്ടിയത്. നിനക്കും നിന്റെ അമ്മയ്ക്കൊക്കെ മറ്റുള്ളവരെ തമ്മില് അടുപ്പിക്കാനല്ലേ അറിയൂ എന്നൊക്കെ അവളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുവാണ് അനി. കേട്ടില്ലേ അമ്മേ, എന്റെ ഭർത്താവ് തന്നെ കാമുകിയുടെ മുന്നിൽ വെച്ച് ഭാര്യയെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്നൊക്കെ അനാമിക വന്ന് ജാനകിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ മരുമകളെ നീ അങ്ങനെ കൊച്ചാക്കണ്ട നീ. അനാമിക മോള് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ പോലീസല്ല കളക്ടർ തന്നെ ആയിത്തീരും, മോള് വേണ്ടാന്ന് വെച്ചിട്ടാ എന്നൊക്കെ ജാനകി പറയുന്നത് കേട്ട് അനി അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. പിന്നീട് ജാനകി ദേവയാനിയുടെ അടുത്തേക്ക് വന്ന് പണം സൂക്ഷിച്ചിരിക്കുന്ന പെട്ടിയുടെ താക്കോല് അനാമിക മോളെ ഏൽപ്പിക്കണ ഏട്ടത്തി. ഏട്ടത്തി അത് വയ്ക്കുന്നത് അത്ര സേഫ് അല്ല, എത്ര നാളാ ഇത് കൊണ്ടു നടക്കാൻ പറ്റുവാ, ഏട്ടത്തിക്ക് വയ്യാത്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ശരി ജാനകി, ഇത് ഞാൻ കൊടുത്തോളാം. അങ്ങനെ ദേവയാനി പറഞ്ഞപ്പോ അനാമിക വല്യമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടിയെത്തുകയാണ്. പക്ഷേ സത്യം മനസ്സിലായ ദേവയാനി അനാമികയെ അധികം അടുപ്പിച്ചില്ല. ഈ താക്കോലെ ഞാൻ നയന മൊക്ക കൊടുക്കുന്നേ, അനാമിക ഒന്ന് മാറി നിക്ക്, ഞാൻ ഇതൊന്ന് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ ദേവയാനി പെട്ടിയുടെ കീ അനാമികയെ ഏൽപ്പിക്കാതെ നയനക്ക് കൊടുക്കുവാണ്. അതെങ്ങനെ ശരിയാവും, എന്റെ മോളല്ലേ ഇത് നോക്കേണ്ടത് എന്ന് രേവതി ചോദിക്കുമ്പോ, രേവതി ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്, അതില് പുറത്തുനിന്ന് വന്നവരൊന്നും തലയിടാൻ നിക്കണ്ട. അങ്ങനെ ദേവയാനി രേവതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അടുത്ത ദിവസം അനാമിക വന്ന് അനിയോട്, അനി എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. നിനക്ക് എന്തിനാ ഇപ്പോ കാശ്, എത്രയാ വേണ്ടത്? അങ്ങനെ അനി ചോദിച്ചപ്പോ, എനിക്ക് ഷോപ്പിങ്ങിന് പോണം, എല്ലാം കൂടി ഒരു 2 ലക്ഷം രൂപയെങ്കിലും ആവും എന്ന് പറയുവാണ് അനാമിക. 2 ലക്ഷമോ? അത്രയും കാശൊന്നും എന്റെ പോക്കറ്റിലില്ല. ഈ വീട്ടിലാരും ഇത്രയും കാശിന് പർച്ചേസ് ഒന്നും ചെയ്യാറില്ല. നിനക്ക് വല്ലതും വാങ്ങാനുണ്ടെങ്കിൽ നീ പോയി നയനേട്ടത്തിയോട് ചോദിക്ക്, ഏട്ടത്തിയാ ഇപ്പൊ പെട്ടിയൊക്കെ സൂക്ഷിക്കുന്നെ എന്നു പറഞ്ഞ് അനി അവിടെ നിന്ന് പോവുകയാണ്. എന്റെ മോൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ തന്നെ ആ നയനയുടെ മുന്നില് കൈ നീട്ടേണ്ട അവസ്ഥയായി പോയല്ലോ. അനിയല്ലേ എന്റെ മോളുടെ കഴുത്തിൽ താലി കെട്ടിയത്, അപ്പോ അവനല്ലേ മോളുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞു ചെയ്യേണ്ടത്. പണം ചെലവാക്കാൻ പോലും ഇവനെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ രേവതി പറയുമ്പോ,
പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ. ഒരു വീട്ടിലും കാണാത്ത ആചാരങ്ങളല്ലേ ഈ വീട്ടിൽ നടക്കുന്നേ. പറച്ചിൽ കേട്ട വലിയ തറവാട്ടുകാരാ, പക്ഷെ ഒന്നിനു പോലും 10 പൈസയുടെ വിവരമില്ല. എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടമ്മേ. ആ നയനാന്ന് പറയുന്നവളുടെ മുന്നില് പോയി കൈനീട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അച്ഛന്റെ അടുത്ത് ചോദിക്കാൻ പോവാ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. നിക്ക് മോളെ, നിനക്ക് ആ കാശ് കിട്ടിയത് തന്നെ നിന്റെ അച്ഛന് കോടികളുടെ കടമുണ്ടെന്ന് മോൾക്ക് അറിഞ്ഞൂടെ? 2 ലക്ഷം പോയിട്ട് 2000 രൂപ പോലും അച്ഛന്റെ പോക്കറ്റിൽ കാണില്ല മോളെ. നീ ആ നയനയുടെ അടുത്ത് തന്നെ ചോദിക്ക്. അങ്ങനെ പറഞ്ഞ രേവതി അനാമികയെ നയനയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. നിങ്ങളൊന്ന് നിന്നേ, എനിക്ക് ഷോപ്പിംഗ് ഉണ്ട്. ഒരു 2 ലക്ഷം രൂപ വേണം. നിങ്ങളല്ലേ ഇപ്പൊ പെട്ടിയുടെ കീ സൂക്ഷിക്കുന്നേ, പെട്ടെന്ന് എടുത്തതാ, എനിക്ക് പോകാനുണ്ട്. അങ്ങനെ അനാമിക നയനയോട് ആവശ്യപ്പെടുന്നുണ്ട്. 2 ലക്ഷമോ? അത്രയും രൂപക്ക് എന്താ അനാമികയ്ക്ക് വാങ്ങാനുള്ളത്? ഈ വീട്ടിൽ ഓരോരുത്തരുടെയും ചെലവ് എത്ര ചെലവാക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഞാനാണ്. ആദർശേട്ടന്റെ അമ്മ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 10,000 രൂപ വേണമെങ്കിൽ തരാം, അല്ലാതെ ആർഭാടമായി ചെലവഴിക്കാൻ ഞാൻ ഒരു ചില്ലി കാശ് പോലും അനാമികയ്ക്ക് തരില്ല. അങ്ങനെ നയന മറുപടി കൊടുക്കുവാണ്. ഞാൻ എത്ര രൂപയ്ക്കാ പർച്ചേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നീ ആണോടി? ഞാൻ ചോദിച്ചത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശൊന്നും അല്ലല്ലോ, ഈ വീട്ടിലെ സമ്പാദ്യത്തിൽ നിന്നുള്ള എന്റെ പങ്കല്ലേ, അതെനിക്കും അവകാശപ്പെട്ടതാണ് എന്നു പറഞ്ഞ അനാമിക നയനയോട് തർക്കിക്കുകയാണ്. അത് കേട്ടോണ്ട് ദേവയാനി അവിടേക്ക് വരുന്നുണ്ട്. ഇതാ ഇവിടെ ബഹളം, പണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടല്ലോ, എന്താ നയനെ? അങ്ങനെ ദേവയാനി ചോദിക്കുമ്പോ, വല്യമ്മേ, എനിക്ക് ഷോപ്പിങ്ങിന് പോവാൻ കാശ് ചോദിച്ചിട്ട് ഇവള് തരുന്നില്ല. വല്യമ്മ എന്തിനാ ഇവൾക്ക് പണപ്പെട്ടിയുടെ താക്കോലൊക്കെ കൊടുത്തേ? അതെനിക്ക് തന്നൂടായിരുന്നോ? ഇവൾ എന്നോട് ആ കീ വെച്ച് പ്രതികാരം ചെയ്യുവാ വല്യമ്മേ എന്നൊക്കെ അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ നയനെ ഇത്? ഈ വീട്ടിലെ ഓരോരുത്തർക്കുള്ള ചെലവിനുള്ള കാശ് അതിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടതല്ലേ, അത് വിലക്കാൻ പാടുണ്ടോ? അങ്ങനെ ദേവയാനി ചോദിക്കുമ്പോ, ഞാൻ കാശ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലമ്മേ. 10,000 രൂപ കൊടുക്കാന്ന് ഞാൻ സമ്മതിച്ചതാ. പക്ഷെ ഈ അനാമിക ചോദിക്കുന്നത് 1ഉം 2ഉം അല്ല, 2 ലക്ഷം രൂപയാ. ആർഭാടത്തിന് വേണ്ടി കാശ് എടുത്തു കൊടുക്കേണ്ടെന്ന് അമ്മയല്ലേ എന്നോട് പറഞ്ഞത് എന്ന് പറയുവാണ് നയന. 2 ലക്ഷം രൂപയോ? ഒരു ദിവസത്തെ പർച്ചേസിങ്ങിന് എന്തിനാ അനാമികെ അത്രയും കാശ്? നയനെ, നീ ചെയ്തതാണ് ശരി. അനാമിക, നിന്റെ ആർഭാടമായ ജീവിതമൊന്നും ഈ വീട്ടിൽ പറ്റില്ല. ഇത്രയും പണം ഷോപ്പിങ്ങിന് വേണ്ടി ഈ വീട്ടിൽ ആരും തന്നെ ചെലവാക്കാറില്ല. 10,000 രൂപ വേണമെങ്കിൽ തരും, അത് വേണമെങ്കിൽ നീ വാങ്ങിക്കൊണ്ടു പോയിക്കോ. പിന്നെ നിന്റെ വീട്ടിൽ ചെലവാക്കുന്ന കാര്യമൊന്നും ഇവിടെ പറ്റില്ല. അങ്ങനെ ദേവയാനി പറഞ്ഞത് കേട്ട് അനാമിക നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ്.